ചൊവ്വാഴ്ച അതായത് ഫെബ്രുവരി 17-ന് സ്കൂളിൽ +2-വിന്റെ വാർഷിക പരീക്ഷയാണ്. പക്ഷേ അച്ഛൻ്റെ ഓർമ്മകളുറങ്ങുന്ന ഇടയിലക്കാട്ടെ വീട് ബാങ്ക് ജപ്തി ചെയ്യുമോ എന്ന ആദിമൂലം അർജുന് പുസ്തകം കയ്യിലെടുക്കുവാനാവുന്നു പോലുമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. ഇരട്ട പരീക്ഷകളാണ് ഫെബ്രുവരി 17 എന്ന ദിവസം അർജുൻ നേരിടേണ്ടത്. +2 മാതൃകാ പരീക്ഷയും ബാങ്കിന്റെ ജപ്തിയും. ഈ വിദ്യാർത്ഥിക്ക് താങ്ങാവുന്നതിൽ അധികമാണ് ഇതെല്ലാം. പഠിക്കാൻ പോയിട്ട് മിക്കപ്പോഴും ചിരിക്കാനോ ഉണ്ണാനോ ഉറങ്ങാനോ കഴിയുന്നില്ല. ചില ദിവസങ്ങളിൽ അവൻ സ്കൂളിലെത്താറുമില്ല. അർജുന് പേടി പരീക്ഷയല്ല, ബാങ്കിന്റെ നോട്ടീസ് വന്നതോടെ തന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. തൃക്കരിപ്പൂർ ടൗണിൽ ദീർഘകാലം വ്യാപാരിയായിരുന്ന ഇടയിലക്കാട്ടെ പരേതനായ വി സുനിലിന്റെ മകനാണ് കെ അർജുൻ. 2021 രോഗബാധിതനായാണ് സുനിൽ മരിച്ചത്. ഇടയിലക്കാട്ടെ തന്റെ വീട് നിർമ്മാണത്തിനായാണ് സുനിൽ കാനറ ബാങ്ക് തൃക്കരിപ്പൂർ ബ്രാഞ്ചിൽ നിന്നും വായ്പയെടുക്കുന്നത്. സുനിലിന്റെ മരണത്തോടെ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. പാരമ്പര്യ സ്വത്തിന്റെ വിഹിതം കിട്ടിയപ്പോൾ ചെറിയ തുക അടക്കാൻ കഴിഞ്ഞതല്ലാതെ വായ്പ പൂർണ്ണമായും അടച്ചു തീർക്കാൻ കുടുംബത്തിന് കഴിഞ്ഞിരുന്നില്ല. ബാങ്ക് വായ്പയുടെ കുടിശ്ശികയും മറ്റ് കടബാധ്യതകളും കുടുംബത്തെ നിരന്തരം മാനസിക സംഘർഷങ്ങളിലേക്ക് നയിച്ചിരുന്നു. ഇതിനിടയിലാണ് വീടും സ്ഥലവും ലേലം ചെയ്യാനുള്ള ബാങ്കിന്റെ തീരുമാനം. ഫെബ്രുവരി 17-ന് ചൊവ്വാഴ്ചയാണ് ബാങ്ക് ലേലം തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ 10 ദിവസമായി വീട് ബാങ്ക് പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. 8,12,950 രൂപയാണ് ബാങ്കിന് ലഭിക്കേണ്ടത്. 19,62,000 രൂപയാണ് വീടിനും 17.75 സെന്റ് സ്ഥലത്തിനും ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ളത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഈ തുക. നിലവിൽ വിദ്യാർത്ഥിയായ അർജുൻ മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. അമ്മയുടെ പുനർവിവാഹത്തോടെ ഒറ്റക്കായ അർജുനും ചേച്ചിയും അമ്മുമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു. ചേച്ചിയുടെ വിവാഹത്തോടെ ഒറ്റയ്ക്കായ അർജുൻ ചെറുവത്തൂർ മുണ്ടക്കണ്ടത്ത് വീട്ടിലാണ് നിലവിൽ താമസം. പഠനശേഷം സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്തി വായ്പ തിരിച്ചടക്കുമെന്ന് അർജുൻ പറയുമ്പോൾ അതുവരെ സാവകാശം നൽകാൻ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇടപെട്ട് നടപടി വേണമെന്നാണ് ഈ വിദ്യാർത്ഥിയുടെ അഭ്യർത്ഥന. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.